ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ ദിവസമായില്ല ഇങ്ങനെ ഒരു ഇൻട്രോ വന്നിട്ട് പറഞ്ഞിട്ട് രാവിലെ എണീക്കും, ടപ്പയെന്ന് ഓടി അടുക്കളയിൽ കയറിയൊക്കെ ചെയ്യും. പൂജിറ്റി കുറച്ച് കഴിഞ്ഞാൽ നീറ്റിട്ട് പിന്നെ അവൾ വീഡിയോ എല്ലാവരും ഉറക്കം വിജിലാവട്ടോ. കുറേ ദിവസമായിട്ട് അങ്ങനെയാണ്. ഇന്ന് നമ്മളൊരു നൈറ്റ് വ്ലോഗാണ് കേട്ടോ. രാത്രിയിൽ നമ്മുടെ ഒരു എങ്ങനെയാണ് സംഭവങ്ങൾ, രാത്രിയിൽ സംഭവങ്ങൾ അങ്ങനെയല്ല, രാത്രിയിൽ നമ്മുടെ കിച്ചണിൽ നമ്മൾ എന്തൊക്കെയാണ് അങ്ങനെ രാത്രിയിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാൻ ഉണ്ടാവാറില്ല കേട്ടോ. എന്താ വെച്ചാൽ പകൽ തന്നെ നമ്മളൊക്കെ റെഡിയാക്കി വെക്കാറുണ്ട്. ഇപ്പോൾ ഷാജേട്ടന് ഫുഡ് ഞാൻ പുറത്താണ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഫുഡ് കൊണ്ടുപോലും കാര്യമൊക്കെ ആയതുകൊണ്ട് രാവിലെ നീട്ടിട്ട് രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ആക്കി. പക്ഷെ ഇന്ന് കറിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ കടലക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല. മീൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഐക്കോറയാണ് നന്നാക്കി കൊണ്ടുവന്നുകൊണ്ട് തന്നെ നമുക്കത് നന്നാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ എത്ര സുഖമാണെന്നറിയോ അങ്ങനെ. അപ്പം അതുണ്ട്. പിന്നെ കുറച്ച് അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് ആദ്യം തന്നെ ഒരു ചായ ഇട്ടിട്ട് അങ്ങോട്ട് കുടിക്കാം. അല്ല വന്നിട്ടുണ്ട്, ഇത് തേങ്ങാപ്പൻ വന്നിട്ട് നമ്മൾ ചായ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് തേങ്ങാപ്പന്നെ കൂട്ടി കഴിച്ചിട്ട് നമുക്ക് വേഗം ഒരു ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാം. ഇന്നിപ്പോൾ കറിയാക്കി വെച്ചാൽ രാവിലെ പിന്നെ നമുക്ക് വലിയ പാടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കിടക്കാം കേട്ടോ. ചായ വേണ്ടേ? ചായ വേണ്ട പാർക്ക്. അപ്പം നമുക്ക് ചായ വേണ്ട ഗൈസ്. ആർക്കും ചായ വേണ്ട പറഞ്ഞ് ചൂടായുണ്ട്. അപ്പം നമുക്ക് തേങ്ങാപ്പന്നെ മുറിച്ച് കഴിക്കാം അല്ലേ പൂജിറ്റി? എന്നിട്ട് ബാക്കി നോക്കാം. ബാക്കി അപ്പോൾ ചായ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെനക്കെട്ടില്ല കേട്ടോ. എനിക്ക് വൈകിട്ട് ഇപ്പം അങ്ങനെ കിട്ടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്നാൽ കിട്ടിയാൽ വലിയ കുഴപ്പമില്ല. ഈ തലവേദന എടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഗ്ലാസ് കിട്ടണമെന്ന് വലിയ നിർബന്ധമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ തേങ്ങാപ്പന്നെ കണ്ട് അവിടെ ബാക്കി ഇരിക്കണം. അതിൻ്റെ ഒരു പീസ് നമ്മുടെ കണ്ണൻകുട്ടി എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അവന് വിശക്കാണെന്ന് പറഞ്ഞപ്പോൾ ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഞ്ചസാരയൊക്കെ കൊടുത്തത് കുപ്പിയിലാക്കി ബാക്കിയുള്ളത് എടുത്ത് വെക്കും. ഇങ്ങനെ കുറേശ്ശെ ഉള്ളത് ബാക്കി എടുത്ത് വെക്കും കേട്ടോ. അതങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ശീലിച്ചുകൊണ്ട് ഇങ്ങനെ എന്താ പെട്ടെന്ന് ഇല്ലാണ്ടാകുമ്പോൾ ചിലതൊക്കെ നമുക്ക് കഴിഞ്ഞ് തീരുമ്പോഴാണ് ഓർമ്മ ഉണ്ടാവുക. അപ്പോൾ വെച്ചിട്ട് കടയ്ക്ക് ഉടനെൻ്റെ മുന്നേ ആ ഒരു ബക്കറ്റിൽ തപ്പുമ്പോൾ ഒട്ടുമിക്ക സാധനങ്ങളും കുറേശ്ശെ ഞാനതിൽ മാറ്റി വയ്ക്കും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കാണുമ്പോൾ ഒരുപാട് നമുക്ക് ചിലവാക്കാൻ വേണ്ടി തോന്നും. ബാക്കി അവിടെ ഒരു കുഞ്ഞത് മിച്ചം വയ്ക്കുമ്പോൾ ഇല്ലാത്ത സമയത്ത് നമുക്കത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് ഇതാ ഒരു പീസ് തേങ്ങാപ്പന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. പൂജിറ്റിക്കും ഷാജേട്ടനൊന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അതും ഇതൊക്കെ കഴിച്ചിട്ട് അവർക്ക് വിശക്കണമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇത് കണ്ടപ്പോൾ ഉറുമ്പൊക്കെ വന്ന് അരിച്ച് കഴിയുന്നതിനെക്കാട്ടിലും നല്ലത് ഫ്രഷോട് കൂടിയിട്ട് ഒരു പീസ് കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നിട്ട് ഒരു പീസ് കഴിച്ചിട്ടാണ് പിന്നെ ബാക്കി കാര്യത്തിന് വന്നത്. ഇനി നമുക്ക് കറി വയ്ക്കാനും മീൻ വറുക്കാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒരു പീസ് കഴിച്ചു, ഒരു ജീവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ അതങ്ങോട്ട് ദഹിച്ച് പോയിക്കോളല്ലോ. അങ്ങനെ ഒരു ബെനിഫിറ്റ്സ് അതിനുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ കഴിച്ചിട്ട് തേങ്ങാപ്പന്നൊക്കെ കഴിച്ചിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതൊരു ത്വര പിടിച്ചൊരു പരിപാടി, എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ. ഒന്നാമത് ഇതാണ് വെളുത്തുള്ളിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതൊക്കെ ആക്കി റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ മീൻ കഴുകാൻ വേണ്ടിയിട്ട് നല്ല ഉപ്പിട്ടിട്ട് ഉരച്ച് കഴുകിയിട്ടുണ്ട് ചട്ടിയിൽ വെച്ചിട്ട്. കഷ്ണമാക്കി കിട്ടിയോണ്ട് തന്നെ നമുക്കത് രാത്രി നിന്നിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ മിക്കതും നമ്മുടെ ഇവിടെ മീൻ ഉണ്ടാക്കി തരും. മത്തി അങ്ങനത്തെ സംഭവങ്ങൾ പോലും ഉണ്ടാക്കി തരും കേട്ടോ. കുഞ്ഞൻ നെത്തോലി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഉണ്ടാക്കാത്തുള്ളൂ. ഒട്ടുമിക്ക മീനുകളും ഇവിടെ നിന്ന് ഉണ്ടാക്കി തരണോണ്ട് നമുക്ക് വലിയ പാടൊന്നുമില്ല കേട്ടോ. രാത്രിയിൽ ഇപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പ്രയാസം. മറ്റേ രാത്രി കൊടുത്തിട്ട് മീനും കൂടെ ഉണ്ടാക്കുമ്പോൾ വലിയ പാടാണ്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് കഴുകിയിട്ട് അങ്ങോട്ട് കുക്ക് ചെയ്താൽ മതിയല്ലോ. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ മേലെ കഴുകിയാലും രാത്രിയിൽ കിടക്കുമ്പോൾ ഒന്നുകൂടെ മേലെ കഴുകും. രാത്രിയിൽ നമ്മൾ ഈ കിച്ചണൊക്കെ അടിച്ച് വാരി തുടച്ചിട്ട് കിടക്കുമ്പോഴേക്കും ആകെ നമ്മൾ നലമ്പാവും. അപ്പോൾ വീണ്ടും മേലെ കഴുകുക. അതുകൊണ്ട് വൈകിട്ട് മീൻ കിട്ടിയിട്ട് മീൻ തൊട്ടാലും വലിയ പാടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് ഞാൻ വേഗം അങ്ങോട്ട് വറക്കാനുള്ളതിൽ മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കറിയിലേക്കും കൂടെ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ വറക്കണയിൽ ഇഞ്ചിയും വെളുത്തുള്ളി എന്തായാലും ഇടും കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പെരിഞ്ചീരകം എനിക്ക് മൂട് തോന്നുമ്പോഴേ ഞാൻ ഇടാറുള്ളൂ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്തായാലും ചതച്ചിട്ട് മീൻ വറുക്കും. അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് അല്ലാണ്ട് പൊടി മാത്രം ഇട്ടിട്ട് മീൻ വറുത്ത് കഴിഞ്ഞാൽ എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരും. എനിക്കിഷ്ടമല്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചു. എന്നിട്ട് നമ്മുടെ വറുക്കാനുള്ള മീനിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു ലേശം മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ഇട്ടിട്ട് വേപ്പിലും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് നല്ലോണം
പുരട്ടി വയ്ക്കും മസാല. സുർക്കുണ്ടെങ്കിൽ വിനാഗിരി ഇല്ലേ അതുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ ഒഴിക്കാറുണ്ട്. ഇപ്പോൾ കുറച്ചധികമായി നമ്മളിവിടെ കഴിഞ്ഞിട്ട് വാങ്ങാൻ മറന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതില്ല കേട്ടോ, അതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അതാ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇവിടെ മുളക് പൊടിക്ക് അസാര എരിവായ കാരണം നമ്മളിപ്പോൾ കുരുമുളക് പൊടി മാക്സിമം ഇടാറില്ല കേട്ടോ. ഇതന്നെ നല്ല എരിവുണ്ട്. അപ്പോൾ അതൊക്കെ മസാല പുരട്ടി അടച്ച് മാറ്റി വെച്ചു. ഇനി നമുക്ക് കറി വെക്കാനുള്ള പരിപാടിക്ക് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതാ പുളിയൊക്കെ ഞാൻ ഓൾറെഡി മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയൊക്കെ അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് ഒതുക്കി വെച്ചിട്ട് അങ്ങോട്ട് ഒന്നുകൂടെ തുടച്ച് വൃത്തിയാക്കും. എനിക്ക് ഈ ഒരു നമ്മൾ കുക്ക് ചെയ്യണ ഭാഗം എപ്പോഴും ഇങ്ങനെ വൃത്തിയായി നീറ്റായിട്ട് കിടന്നിട്ടില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. അതാണ് രണ്ടാമത്തെ ഒരാൾ എനിക്ക് കുക്ക് ചെയ്യണത് ഇതിൻ്റെ ഇടയിൽ വരുന്നത് എനിക്കിഷ്ടമില്ലാത്തത്. അവരും അത് അവിടെ വെച്ച് ഇവിടെ വെച്ച് അലമ്പാക്കി ആക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പൂജുട്ടിയും കണക്കുട്ടിയൊക്കെ ആണെങ്കിൽ അത് മൊത്തത്തിൽ അവിടെ പരത്തിയിടും. അപ്പോൾ എനിക്കിഷ്ടമല്ല കേട്ടോ. നമ്മളിന്ന് നാളികേരം വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് പലഹാരത്തേക്കും കൂടെ എടുക്കാം, ഷാജറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ എടുക്കുകയും ചെയ്യാം. മുളകിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും, നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടില്ല. ഇപ്പോൾ ഒരൊറ്റ കറി വെച്ച് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം വരയ്ക്കും നമുക്ക് ആ കറി ഉണ്ടാവും കേട്ടോ. അപ്പം ദോശയാണ് നാളേക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നീർദോശ ഇല്ലേ, അരിദോശ, അതിലേക്ക് ഈ മീൻകറി വറുത്തരച്ച മീൻകറി സൂപ്പറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പ്ലാന് കണ്ടിട്ട് രാവിലെ നീറ്റാ പിന്നെ കറി വെക്കേണ്ടല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുറി നാളികേരം നിന്ന് ചിരകാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ പിന്നെ ഒന്നും കൂടെ തുടച്ചിട്ടു. നമ്മൾ ആ ചിരകിയതിൻ്റെ ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മാറ്റി അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് പിന്നെ നാളികേരത്തിലേക്ക് 2 വെളുത്തുള്ളി, ചെറുള്ളി, പെരുംജീരകം, വേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ ഈ ചട്ടി നമ്മൾ ഫസ്റ്റ് എടുക്കുക. ഇത് തൃശ്ശൂർ പോയിട്ട് വരുമ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ചട്ടിയാണ് ഈ ചട്ടി കേട്ടോ. അപ്പോൾ അതിപ്പോഴാണ് മയക്കിയിട്ട് അത് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിലാണ് ഇത് വറക്കണത്. ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ മൺചട്ടിയിൽ ഇനി വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ടൈം എടുക്കുമോ എന്തോന്ന് അറിയാത്തതുകൊണ്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതാ നമ്മുടെ ഈ അരപ്പിനുള്ള തേങ്ങയും നാളികേരവും ചെറുള്ളിയും ജീരകവും വേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മൂത്ത് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുക്കുക. ഈ ഉലുവ വേണമെങ്കിൽ 2 മണി ഇട്ട് കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ വറുത്തിടുമ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുക്കാറ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതും കൂടി തണുക്കാൻ വേണ്ടിയിട്ട് ചൂടാറിക്കോട്ടെ. ഇല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ മിക്സിൻ്റെ ജാറെല്ലാം കൂടെ ചുട്ട് ഇതായി അരപ്പൊരു ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് മീൻ ഒരു ഇപ്പോഴേക്കുള്ള മീനോ ആളുമ്പോൾ ഓരോരുത്തർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 കഷ്ണം മീനും കൂടെ അങ്ങോട്ട് വറുത്ത് വയ്ക്കാം. ഇതിൻ്റെ അരപ്പിൻ്റെ ചൂട് മാറുമ്പോഴേക്കും അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വറുക്കാനുള്ള മീനൊക്കെ പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓൾറെഡി അതിനകത്ത് നമ്മൾ വേപ്പിലിട്ടുകൊണ്ട് തന്നെ എക്സ്ട്രാ ഇനി വേപ്പിലിട്ട് കൊടുക്കണമൊന്നുമില്ല. ഇതാ മീൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റുള്ള മീനാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ മീൻ എന്തോ എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. ഇപ്പം മീനൊക്കെ വാങ്ങാണ്ടിരിക്കണതാണ് മാക്സിമം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത് അടാറ് റേറ്റ്, രണ്ടാമത് എനിക്കൊരു ടേസ്റ്റ് തോന്നണമില്ല. അങ്ങനെ മീനാവണ സമയം കൊണ്ടും അരപ്പിൻ്റെ ചൂട് മാറണ സമയം കൊണ്ടും ഒരു 2 മാങ്ങ ഇരിക്കുന്നുണ്ട്. ഷാജേട്ടൻ കൊടുക്കുന്നുണ്ടായിരുന്നു, എവിടുന്നോ കിട്ടിയതാണ് അത്രേ. അപ്പം അതിങ്ങോട്ട് പൂണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അത് ആരെങ്കിലുമൊക്കെ മുറിച്ച് തരികയാണെങ്കിൽ പ്രത്യേകിച്ച് സന്തോഷമാണ്. ഇവിടെ പിന്നെ ഞാൻ തന്നെ മുറിച്ച് ഞാൻ തന്നെ കഴിക്കണ കൊണ്ട് അത്ര വലിയ രസമായിട്ട് തോന്നിയില്ലെങ്കിലും കഴിക്കണമല്ലോ എന്നാലോചിക്കുമ്പോൾ നമുക്ക് വലിയ രസമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാ മാങ്ങയൊക്കെ മുറിച്ച് ഒരു പീസ് ഞാൻ കഴിച്ചു, ബാക്കി അവർക്ക് കൊണ്ടു കൊടുത്തു. അവരിരുന്നിട്ട് അങ്ങനെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. പൂജിട്ടിയാണ് വീടോട് തരുന്നത്. അപ്പോൾ പൂജിട്ടിയുടെ കയ്യിൽ ഒരെണ്ണം കൊടുത്ത് അവളും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ അരച്ച് സെറ്റ് ചെയ്തിട്ട് ഞാനിതാ നമ്മുടെ മൺചട്ടി ഇവിടെ വെച്ചു. അത് ചൂടാകുമ്പോഴേക്കും നമ്മുടെ മീൻ വറുത്തതിൻ്റെ ഒരു ഭാഗമൊക്കെ അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് മറിച്ചിട്ട് സിമ്മിൽ അങ്ങനെ കിടന്ന് നല്ലോണം മൂക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ചട്ടി ചൂടായപ്പോൾ അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് സിമ്പിളായിട്ട് നമുക്ക് അത്ര വലിയ പാടൊന്നുമില്ല. ഈ വറുത്തരയ്ക്കണ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മുളകിട്ടതിനും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ മീനൊക്കെ വറുത്തരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റുമാണ്. പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കുറച്ച് നീണ്ട് കിട്ടുകയും ചെയ്യും. പലഹാരത്തേക്ക് എടുക്കുക. ഇപ്പോൾ പുട്ടാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ദോശയാണെങ്കിലും ഒക്കെ നമ്മുടെ ഇവിടെ മലപ്പുറംകാർക്ക് ഇത് വലിയൊരു സീനില്ല കേട്ടോ. ഇവിടെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ നാട്ടിലൊക്കെ രാവിലെ ചായക്കടിക്ക് മീൻകറിയാണ് ചോറിന് കഴിഞ്ഞാൽ അവർ നെറ്റി ചുളിക്കും, അയ്യേ എന്നുള്ളൊരു സാധനം വരും അവരുടെ ഇരുന്ന്. നമുക്ക് പക്ഷേ ഈ ഒരു മീൻകറി എന്തിൻ്റെ കൂടെയും നമുക്ക് ഓക്കെയാണ്. നമുക്ക് അങ്ങനെ വലിയ വിഷയമില്ല. മീൻകറി ഇല്ലെങ്കിലാണ് നമുക്ക് പാട്. പലഹാരത്തിൻ്റെ കൂടെ ആണെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ നൂലുപുട്ടിലേക്ക് സഹിതം മീൻകറി കൂട്ടും. അങ്ങനെയാണ് നമ്മുടെ അവിടെ എന്ന് പറയാം. അപ്പം മീൻകറി ഇതാ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് പാകത്തിന് പുളി ഒഴിച്ചു, 2 പച്ചമുളകും 2 തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് അതങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അയ്യോ ഞാനിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടെ ഇട്ടുകൊടുത്ത് പിന്നെ മീനും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തലയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഓർമ്മ വന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഈ തല നമ്മൾ കളയില്ല കേട്ടോ. നമുക്ക് മീനിൻ്റെ തല ഇഷ്ടമാണ്.
അതുകൊണ്ട് തല കളയാറില്ല. തല വെച്ചിട്ട് ഞാനൊരു മീൻ കറി ഉണ്ടാക്കും. തലയും വാലൊക്കെ വെച്ചിട്ട്. ഇതാ ഇഞ്ചി വെളുത്തുള്ളി ഇപ്പോഴാണ് ഇട്ട് കൊടുത്ത് മറന്നിട്ടുണ്ടായിരുന്നേ. തല നമ്മൾ കളയില്ല. തലയും വാലൊക്കെ ഇട്ടിട്ട് കറി വയ്ക്കും. വാലൊക്കെ കുറച്ച് വലുതാണെങ്കിൽ ഞാൻ അതും കൂടെ വറുക്കാൻ വേണ്ടിയിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതാ തലയൊക്കെ ഇട്ട് കൊടുത്തു. അത് അടച്ച് വെച്ച് അതങ്ങോട്ട് വേവട്ടെ. നമ്മുടെ വറുത്ത മീനും അങ്ങോട്ട് റെഡിയായി. ഇനി ഇരിക്കുന്ന പാത്രങ്ങൾ നമുക്ക് ടപ്പേന്ന് അങ്ങോട്ട് കഴുകി വെക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കഴിച്ച പാത്രങ്ങളും ഇതും കൂടെ ആകുമ്പോഴേക്കും ആ കൊട്ടത്തളം നിറഞ്ഞ് കവിഞ്ഞിട്ട് നമ്മുടെ റോഡ് വരെ എത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷേ അതൊരുപാടാവും. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഈ കൊട്ടത്തളത്തിൽ ഞാൻ പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇടാറേയില്ല. ചില സമയങ്ങളിൽ കണ്ണൻകുട്ടി കഴിച്ച് കഴിഞ്ഞാൽ കൊട്ടത്തളത്തിൽ കൊണ്ടുവന്നിടും അവൻ്റെ പാത്രം ഇവിടെ കൊണ്ടുവന്നിടും ഈ വാഷ് ബേസിൽ. അപ്പം ഞാൻ അവനെ വിളിച്ചിട്ട് അത് കഴുകിപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അതങ്ങനെ ശീലമാവും ആൺകുട്ടിയെന്ന് വെച്ചാൽ ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ ആരും ഉണ്ടെന്നുള്ളൊരു തോട്ട് വേണ്ട. നമ്മൾ കഴിച്ച പാത്രം നമ്മൾ കഴുകണതിന് ഒരു മടിയും വിചാരിക്കേണ്ട. അത് ആൺകുട്ടികളാണെന്ന് വിചാരിച്ചിട്ട് അയ്യോ ആൺകുട്ടിയല്ലേ അവനത് കഴുകണ്ട മറ്റൊരു അങ്ങനെയുള്ളൊരു സംഭവം എന്താ വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ കേട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വയസ്സായവരൊക്കെ പറയണേക്കാം ആൺകുട്ടികളെ കൊണ്ട് അടുപ്പിക്കരുത്, ആൺകുട്ടികളെ കൊണ്ട് പാത്രം കഴിപ്പിക്കരുത്, ചൂലെടുപ്പിക്കരുത്, അങ്ങനെയൊന്നുമില്ല. ആൺകുട്ടിയും പെൺകുട്ടിയെന്നൊന്നുമില്ല. ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം, ഏറ്റവും നല്ലത്. അവരൊക്കെ ഒറ്റയ്ക്ക് പഠിക്കാൻ പോണ സമയത്തോ ജോലി ചെയ്യാൻ പോണ സമയത്തൊക്കെ ഇത് അങ്ങോട്ട് വയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വലിയ പാടുണ്ടാവില്ല. ഓക്കെ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്യാറുള്ള കാര്യം, സിമ്പിൾ കഴിഞ്ഞു. അത്യാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പാടുമില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മമാരാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞോട്ടെ, ഭാര്യയ്ക്ക് ജോലിയുണ്ട്, ഭർത്താവിന് ജോലിയുണ്ട്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് പോവാം. അപ്പോൾ ആ കാലഘട്ടവും ആ ചിന്താഗതിയൊക്കെ മാറേണ്ടൊക്കെ സമയം ഇഷ്ടം പോലെ കഴിഞ്ഞ് ഒരുപാട് ആൺകുട്ടികളും അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്ന ആൺകുട്ടികളുണ്ട്. നമ്മളിപ്പോൾ യൂട്യൂബിലായിക്കോട്ടെ, ഞാൻ പേഴ്സണലി അറിയുന്ന കുട്ടികളായിക്കോട്ടെ, എല്ലാവരും പെൺകുട്ടികളെക്കാട്ടിലും നീറ്റും ഡീസൻ്റ് ആൺകുട്ടികൾ സൂപ്പറായിട്ട് ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിൽ നിന്നൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങോട്ട് ശീലമാകുമ്പോൾ തനിയെ അവരതങ്ങോട്ട് ചെയ്തോളും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ചീര ഉണ്ടായിരുന്നു, കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക്. അതങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. രാവിലെ ഉപ്പേരിക്ക്, രാവിലെ ഈ അരിയലും പെറുക്കലും ഒരു കഥയായിരിക്കും. രാത്രി ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനം കേട്ടോ. മറ്റേത് എനിക്കൊരു കിടക്കപ്പുറതി ഉണ്ടാവില്ല. ചില ദിവസമൊക്കെ എനിക്ക് പെയിനൊക്കെ എടുത്തിട്ട് നമുക്ക് പീരീഡ്സിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ തലവേദന ബോഡി പെയിനൊക്കെ എടുത്തിട്ട് ഞാൻ വിചാരിക്കും ഇല്ല രാവിലെ കുറച്ച് നീറ്റിട്ട് അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ എനിക്ക് ഒന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു സമാധാനം അല്ലെങ്കിൽ ഞാൻ നീറ്റ് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടാട്ടോ കിടക്കാറുള്ളൂ. അതങ്ങനെ ഒരു ശീലമായി പോയി, അല്ലാതെ വേറെ ഒന്നുമല്ല. അല്ല രാവിലെ സമയം ഉണ്ടെങ്കിൽ നേരത്തെ ഇപ്പോൾ ഷാജേട്ടന് പോകേണ്ടത് കൊണ്ടാണ് കേട്ടോ ഇത്ര തത്രപ്പാടൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. നമുക്ക് അങ്ങനെ വലിയ നേരത്തെ കാലത്ത് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. എന്താ വെച്ചാൽ ഷാജേട്ടൻ ഫുഡ് കഴിച്ചിട്ടല്ല പോവാറ്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു ഇതല്ല, നമ്മൾ വർക്കൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കറി ആയി തിള വന്നപ്പോൾ കുറച്ചധികം ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടാകുമ്പോൾ ഉലുവ പൊട്ടിച്ചു, ചെറുള്ളിയും വേപ്പിലും കൂടെ മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ അടച്ച് വെക്കണം. കറി വറുത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ തുറന്ന് വെക്കരുത്, ടപ്പേന്ന് തന്നെ അടച്ച് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആ കറിയിലേക്ക് പിടിക്കുള്ളൂ എന്ന് പറയണേക്കാം. അപ്പം അങ്ങനെ നമ്മളും ചെയ്തു, അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ കിച്ചണൊക്കെ അടിപൊളിയായിട്ടൊന്ന് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ രാത്രിയിലെ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി കേട്ടോ. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി മാറാല തട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ചെതൽ വരുന്നുണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതിങ്ങനെ തട്ടും വരും. മാറാലൊക്കെ ഇവിടെ എപ്പോഴും മാറാല. അപ്പം ഇനി അതൊന്ന് ഇവരുടെ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും റെഡി ആക്കിയിട്ട് നിൽക്കണം. അങ്ങനത്തെ ഒരു പരിപാടികളുണ്ട്. അത് പകൽ ചെയ്യാമെന്ന് വിചാരിക്കണം. രാത്രിയിൽ ഇപ്പം അങ്ങനെ മാറാല തട്ടുക അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ഞാൻ വേഗം കുളി കഴിഞ്ഞ് വന്നു. എന്നിട്ട് അതിൻ്റെ കുളി കഴിഞ്ഞ് വന്നിട്ട് അപ്പാടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടൊന്നുമില്ല. ഷാജേട്ടനും കണ്ണൻകുട്ടിക്കും ചോറ് കൊടുത്തു. അവരൊക്കെ ഫുഡ് കഴിച്ച് കിടന്നു. ഇന്ത്യയും പൂജുട്ടിയും ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സമയമാവുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ഡ്രസ്സ് മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കും, വീഡിയോ കാണും. അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് വിശക്കണ സമയത്താണ് ഫുഡ് കഴിക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇതൊക്കെ പെറുക്കി തിന്നിട്ട് ഇപ്പോൾ ക്രീം ബന്നല്ല എന്താ സാധനം തേങ്ങാ ബന്നൊക്കെ കഴിച്ചിട്ട് നമുക്ക് വിശക്കില്ലല്ലോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് രാത്രിയിൽ ഇരുന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യും. പകലിരുന്നിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോ എടുക്കണ കാരണേ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 ലോങ് വീഡിയോ 3 ഷോർട്സൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് സമയം അത് എടുക്കണവർക്ക് അറിയാം അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് കാരണം സമയം കിട്ടാറില്ല. അപ്പം നൈറ്റ് വീഡിയോ എടുക്കലും പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യായിരിക്കും. അതേപോലെ തന്നെ പകൽ നമുക്ക് വീഡിയോ എടുക്കണം, ഷോർട്സ് എടുക്കണം, എഡിറ്റ് ചെയ്യണം. ഈ 3 ഷോർട്സ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് സമയം തികയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി ഇരുന്നിട്ട് ഇതൊക്കെ കൊണ്ട് വെട്ടി വെച്ചാൽ പിന്നെ നമുക്ക് വെട്ടി വെക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടപ്പേ തന്നെ ഇരിക്കാം. അപ്പോൾ അതും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ഫാമിലി കുഞ്ഞുതായിട്ട് വലുതായോണ്ടിരിക്കുക. നിങ്ങൾ വിചാരിച്ചാലാണ് എനിക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ തുടങ്ങാൻ തന്നെ കാരണം നമുക്കൊരു സൈഡ് വരുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. 10 രൂപ കിട്ടണത് നമുക്ക് വേണ്ടാന്ന് വെക്കണ്ടല്ലോ, വെറുതെ ഇരിക്കണ്ടല്ലോ സമയം കുറച്ചുണ്ടാവുമ്പോൾ. കുറച്ച് കഷ്ടപ്പെട്ടാൽ അതിന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫലം ഉണ്ടാവും എന്ന് പറയണേക്കാലോ, അങ്ങനെ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഞാൻ വെട്ടാറ്. എനിക്ക് ഇതിൻ്റെ അളവെടുത്ത് വെട്ടുന്ന കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.